നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. ഇഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ CMRL MDക്കും ഉദ്യോഗസ്ഥർക്കും അയച്ച സമൻസിൽ വീണയ്ക്കെതിരായ തെളിവുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എക്സാലോജിക്കും വീണയുമായുള്ള CMRLന്റെ കരാറുകളുടെ പകർപ്പ് ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നു ഈ നോട്ടീസിന്റെ പകർപ്പ് ലഭിക്കുമ്പോൾ? കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുകയുണ്ടായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിൽ CMRLന്റെ MD ശശിധരൻ കർത്തയ്ക്കും 4 ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കേസിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഫയൽ നമ്പർ 11/2024 എന്നതാണ് ഈ കേസിന്റെ നമ്പർ. ECR ഇട്ടിരിക്കുന്നത് ഈ നമ്പർ പ്രകാരമാണ്. ED അന്വേഷണം നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടിയാണ് പുറത്തു വരുന്നത്. CMRL MDക്കും ഉദ്യോഗസ്ഥർക്കും അയച്ച സമൻസിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് വീണ വിജയനെതിരായിട്ടുള്ള രേഖകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സാലോജിക്, വീണ എന്നിവരുമായുള്ള CMRL കരാറുകളുടെ പകർപ്പ് ഹാജരാക്കാൻ ഈ സമൻസിൽ നിർദ്ദേശമുണ്ട്. CMRLന് എക്സാലോജിക്, വീണ എന്നിവർ നൽകിയ സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻവോയ്സുകൾ വേണം എന്നും ED വ്യക്തമാക്കുന്നു. വീണ, എക്സാലോജിക് എന്നിവരുമായി CMRL നടത്തിയ പണമിടപാടുകളുടെ ലെഡ്ജർ ബുക്ക് അത് ഹാജരാക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL MD ശശിധരൻ കർത്ത, മാനേജർ ചന്ദ്രശേഖരൻ, സീനിയർ ഓഫീസർ അഞ്ജു, സുരേഷ് എന്നിവർക്കാണ് നിലവിൽ ഈ നോട്ടീസ് പോയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ഈ CMRLന് നോട്ടീസ് കൊടുത്തത് അവരുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും മാത്രം തേടിക്കൊണ്ടാണ് എന്നുള്ളതാണ്. എന്നാൽ അതല്ല, നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ മാത്രം ലക്ഷ്യമിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ആ സമൻസിൽ പറഞ്ഞിട്ടുള്ളത് ഈ CMRL ശശിധരൻ കർത്തയുടെയും ഉദ്യോഗസ്ഥരുടെയും പേഴ്സണലായ ചില സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പുറത്തേക്ക് ചോദിച്ചിരിക്കുന്ന ഒരൊറ്റ പേരുകാരി അത് വീണ വിജയനാണ്, മുഖ്യമന്ത്രിയുടെ മകളാണ്. മുഖ്യമന്ത്രിയുടെ മകളുമായി നടത്തിയ ഇടപാടുകളുടെ വിവരങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രീകാന്ത്, അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ഘട്ട നടപടിയായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു നോട്ടീസ്, അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഈ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച ശേഷം അതിലേക്ക് കടക്കാനാണോ EDയുടെ ആലോചന? ശ്രീകാന്ത്, ഇനിയും അക്കാര്യത്തിൽ ഒരു സംശയത്തിന് അടിസ്ഥാനം പോലുമില്ല. കാരണം ഈ CMRLുമായി ബന്ധപ്പെട്ട് ശശിധരൻ കർത്ത MDയെ തന്നെ തിടുക്കപ്പെട്ട് നേരിട്ട് വിളിച്ചു. ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയായി വിളിച്ചു. തിങ്കളാഴ്ച അവർ ഹാജരാവുകയും വേണം. അവരിൽ നിന്നും ഈ വിവരങ്ങളെല്ലാം വാങ്ങി അത് പരിശോധിച്ച ശേഷം തൊട്ടടുത്ത നോട്ടീസ് പോകാൻ പോകുന്നത് വീണ വിജയന് തന്നെയാണ്. KSADC ആ ലിസ്റ്റിലില്ല. അതോടൊപ്പം തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മറ്റ് ഉദ്യോഗസ്ഥരുടെയോ മറ്റാരുടെയും കാര്യം അതിൽ പറയുന്നില്ല. CSI സഭയും അടക്കമുള്ള ചില സംഘടനകൾക്ക് പണം നൽകിയെന്ന് പറഞ്ഞിരുന്നു CMRL. അവരെക്കുറിച്ച് അതിൽ പറയുന്നില്ല. പറയുന്നത് ഒരൊറ്റ പേരാണ്, അത് വീണ വിജയന്റേതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത നോട്ടീസ് വീണ വിജയന് തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ജസ്ന തിരോധാന കേസിൽ പിതാവ് കോടതിയിൽ നൽകിയ ഹർജിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ ഹർജിയിൽ പിതാവ് ചൂണ്ടിക്കാണിക്കുന്നു. സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും CBI അന്വേഷിച്ചില്ല. ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണ്. ജസ്ന രഹസ്യമായി പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നും ഈ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നിരുന്നു. ഷഫീദ്, CBI കാര്യമായ തെളിവുകൾ കണ്ടെത്താതെ അന്വേഷണം അവസാനിപ്പിച്ച മട്ടാണല്ലോ. ഇപ്പോൾ എന്താണ് ഈ പിതാവ് ഈ നൽകിയിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ, ഇക്കാര്യത്തിൽ ഈ തിരുവനന്തപുരം CJM കോടതിയെ ജസ്നയുടെ പിതാവ് സമീപിച്ചത് CBI അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ CBI ഇക്കാര്യത്തിൽ റിപ്പോർട്ട് മറുപടിയായി നൽകുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വീണ്ടും ഹർജി പരിഗണിക്കുകയും ചെയ്തു. CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണം എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ കോടതി നിർദ്ദേശം എന്ന് പറയുന്നു. എന്നാൽ അതിന് പിന്നാലെ ജസ്നയുടെ പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നാണ് പിതാവ് ഇപ്പോൾ സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ കോടതിയിൽ അറിയിച്ചിരിക്കുന്ന, ഹർജിയിലൂടെ അറിയിച്ചിരിക്കുന്ന
കാര്യം. അത് ജെയിംസ് ജോസഫ് അക്കാര്യം, ജസ്നയുടെ പിതാവ് അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെ കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ CBI തയ്യാറായില്ല എന്നുള്ളതാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രവുമല്ല, ജസ്നയുമായി രഹസ്യമായി അടുപ്പം സ്ഥാപിച്ചിരുന്ന അജ്ഞാത സുഹൃത്തിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണ്. CBI സംഘം പുറകിലുണ്ടെന്ന് ബോധ്യമായാൽ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കുമെന്ന ആശങ്കയുണ്ടെന്നും ജെയിംസ് ജോസഫ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രഹസ്യ സ്വഭാവത്തോടെയാണ് CBI അന്വേഷിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ ആളിന്റെ ഫോട്ടോ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും കോടതിയെ അറിയിച്ചു. ജസ്ന രഹസ്യമായി വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്ഥലം താൻ കണ്ടെത്തിയെന്നും ജസ്നയെ കാണാതായത് ഒരു വ്യാഴാഴ്ചയാണെന്നും ഈ ദിശയിൽ CBI അന്വേഷണം നടത്തിയിട്ടില്ല എന്നും CBI ആകെ സംശയിച്ചത് ജസ്നയുടെ സഹപാഠിയെ മാത്രമാണെന്നും പിതാവ് ഹർജിയിൽ പറയുന്നുണ്ട്. അങ്ങനെ വളരെ ദുരൂഹമായ ഒരു മിസ്സിംഗ് കേസിൽ വളരെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അത് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് കോടതിയിൽ ഹർജിയിലൂടെ അറിയിച്ചിരിക്കുന്നു. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അബ്ദുൾ റഹീമിനായി നാട് ഒന്നിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിന് ആവശ്യമായി 34 കോടി രൂപയും സമാഹരിച്ചു. ഓഡിറ്റിംഗ് പൂർത്തിയാക്കി ആകെ ലഭിച്ച തുക നിയമ സഹായനിധി തിട്ടപ്പെടുത്തി. 18 വർഷത്തിന് ശേഷം മകനെ കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഉമ്മ ഫാത്തിമ 24നോട് പറഞ്ഞു. പൂർത്തിയായത് അഭിമാന ദൗത്യമെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. വെറുപ്പിന്റെ പ്രചാരകർ നാടിനെതിരെ നുണക്കഥകൾ ചമയ്ക്കുമ്പോൾ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറിയെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സും കാരുണ്യവും തുണയായതോടെ അസാധ്യമെന്നു കരുതിയ 34 കോടി രൂപ ദിവസങ്ങൾക്കകം അബ്ദുൾ റഹീമിനായി സമാഹരിച്ചു. 3 ദിവസം ബാക്കി നിൽക്കെയാണ് ധനസമാഹരണം പൂർത്തിയായത്. മോചനത്തിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് 24നോട് പറഞ്ഞു. ഞങ്ങൾ ഏറ്റെടുത്ത ഈ ദൗത്യം എങ്ങനെ നിർവഹിക്കുമെന്ന് ആലോചിക്കുന്നതിനിടയിൽ 24ന്റെ MD ശ്രീകണ്ഠൻ നായരെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയും അദ്ദേഹം ഇതിനെ ഏറ്റെടുത്ത് ഓരോ പ്രൈം ന്യൂസിൻ്റെ ബുള്ളറ്റിലും പ്രത്യേകമായിട്ട് ഇതിന് സമയം കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹവും 24 ടീമും ചെയ്ത നല്ലൊരു പ്രവർത്തനത്തിൻ്റെ ഫലമായി ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകരും മറ്റു മീഡിയ ആളുകളും ഇതിനെ ഏറ്റെടുത്ത് വലിയ ഒരു വൻ വിജയമാക്കി ഇതിനെ മാറ്റാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് മലയാളികളുടെ ഒത്തൊരുമയാണ്, മലയാളികളുടെ സ്നേഹമാണ്. പെരുന്നാൾ ദിനത്തിൽ നിറഞ്ഞു തുളുമ്പിയ ഉമ്മയുടെ കണ്ണിൽ സന്തോഷവും പുഞ്ചിരിയും. എല്ലാവരോടും നന്ദി. എൻ്റെ കുട്ടികളൊന്ന് കഴിച്ചിലായി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കാണട്ടെ, കാട്ടിത്തരഞ്ഞതിന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു, വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി, ശുക്ർ തന്നെ. ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അൽഹംദുലില്ലാ എല്ലാവരോടും ശുക്ർ ചെയ്യാം. സഹകരിച്ചവർക്കും ശുക്ർ. നീണ്ട കാലത്തിന് ശേഷമാണ് ഈ ഇളം പുഞ്ചിരിയോട് കൂടി നമ്മൾ കാണുന്നത്. നമ്മൾ നാട്ടുകാരാണ്, ഹെൽപ്പ് ഡെസ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഈ ചാനൽ എല്ലാ ദിവസവും ഞങ്ങളെ വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ട് പുറത്തേക്ക് ലൈവ് കാണിച്ച വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ചാനലിന് ഈ വ്യക്തികളെ നമ്മൾ ഒരിക്കലും മറക്കൂല. പണം ഉടൻ എംബസി മുഖേന സൗദിയിലെത്തിക്കും. 1 മാസത്തിനകം അബ്ദുൾ റഹീമിന് നാട്ടിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കണ്ടതാണ് ദ റിയൽ കേരള സ്റ്റോറി. പ്രിയ മനുഷ്യരെ, നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഒരു മനുഷ്യന് പുതുജീവൻ നൽകാൻ കഴിഞ്ഞതിൽ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ജിദ്ദയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ ലക്ഷ്യം കണ്ട ചാരിതാർത്ഥ്യത്തിലാണ്. പണസമാഹരണത്തിൽ സഹകരിച്ചവർക്ക് നന്ദി പറഞ്ഞ ഭാരവാഹികൾ 24 നടത്തിയ ഇടപെടൽ പ്രശംസനീയവും മാതൃകാപരവുമാണെന്ന് പറഞ്ഞു. ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളികളുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആഴം തിരിച്ചറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത്. റിയാദിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി 34 കോടി രൂപ എന്ന വളരെ ഭീമമായ തുക വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് സമാഹരിക്കാൻ ഈ മലയാളികൾക്ക് ഈ കഴിഞ്ഞ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ സാധിച്ചു. ചെറുതല്ലാത്ത രൂപത്തിൽ 24നും അതിൻ്റെ പങ്കാളിയാകാൻ സാധിച്ചു എന്നതിൽ ചരിതാർത്ഥ്യമുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 24ൻ്റെ ചെയർമാൻ കൂടിയായ
ശ്രീ ആലിങ്ങൽ മുഹമ്മദിൻ്റെ ഇടപെടലാണ്. ഏതായാലും ആലിങ്ങൽ മുഹമ്മദ് മുഖ്യ രക്ഷാധികാരിയായി ജിദ്ദയിൽ രൂപീകരിച്ച ഒരു കൂട്ടായ്മ, ജനകീയ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പ്രവർത്തകരാണ് എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത്. ഇത് അവർ ഫണ്ട് സമാഹരണം ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയ സ്ഥിതിക്ക് അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എങ്ങനെ അതിൻ്റെ ചെയർമാൻ ശ്രീ അബൂബക്കർ അരിമ്പ്ര അത് തന്നെ വിശദീകരിക്കും. ജിദ്ദയിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ജിദ്ദയിലെ എല്ലാ സംഘടനകളുടെയും യോഗം വിളിച്ച് വളരെ വിപുലമായതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ അന്തിമമായി നിൽക്കുമ്പോൾ ഏകദേശം ജിദ്ദയിൽ നിന്ന് 80 ലക്ഷം രൂപയോളം അക്കൗണ്ടിലേക്ക് എത്തിയ കണക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ അയച്ച പൈസയുടെ റെസിപ്റ്റ് കിട്ടാനുണ്ട്. അപ്പോൾ ഏകദേശം 1 കോടിയുടെ മുകളിൽ ജിദ്ദയിൽ നിന്ന് വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജിദ്ദയിൽ നിന്ന് 50 ലക്ഷത്തോളം രൂപ KMCC മാത്രം അയച്ചിട്ടുണ്ട്. മറ്റ് വിവിധ സംഘടനകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 30 ലക്ഷത്തിൻ്റെ വേറെയും കണക്കുണ്ട്. അങ്ങനെ 80 ലക്ഷത്തോളം രൂപയായിട്ടുണ്ട്. ഇനിയും നിരവധി സംഘടനകളും കൂട്ടായ്മകളും ബാങ്കിലേക്ക് അയച്ച തുകയുടെ കണക്ക് കൂടി ലഭ്യമായാൽ ഏകദേശം 1 കോടി കടക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജിദ്ദയിലെ പ്രവാസി സമൂഹം ഈ ഒരു വലിയ ഉദ്യമവുമായി ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്കരനായ ആലുങ്ങൽ മുഹമ്മദ് സാഹിബ് അടക്കമുള്ള ജിദ്ദയിലെ പ്രമുഖരായ ആളുകൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുകയും 24 അടക്കമുള്ള ടെലിവിഷൻ ചാനലുകളും പത്രമാധ്യമങ്ങളുമൊക്കെ ഈ വലിയ ശ്രമത്തിന് പിന്തുണയും പിൻബലവുമായും നിൽക്കുകയും ചെയ്തപ്പോൾ ഇത് വലിയ വിജയകരമായി ജിദ്ദയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. ഈ കൂട്ടായ്മയുടെ ചീഫ് കോർഡിനേറ്ററാണ് ഹിഫ്സുർ റഹ്മാൻ പറയുന്നത്. നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്ന് കൂടിയ സമയത്ത് തന്നെ നിരവധി ആളുകൾ, പല ആളുകളും അവരുടെ ഓഫറുമായിട്ട് വന്നിട്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മളുള്ളത്. തീർച്ചയായിട്ടും ജിദ്ദ സമൂഹം മൊത്തം അത് ഏറ്റെടുത്തു. അത് ഏറ്റെടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് പറയാൻ നമ്മുടെ സുഹൃത്ത് ജലീൽ കണ്ണമംഗലം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു തുടക്കക്കാരൻ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. അതുപോലെ തന്നെ 24 ലൈവായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച മുഴുവനായിട്ടും അവരുടെ മോർണിംഗ് ഷോ കംപ്ലീറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റീച്ച് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നല്ല രീതിയിൽ ജനങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ സപ്പോർട്ട് ഇതിന് പരമാവധി ലഭിക്കുകയും ഇപ്പോൾ തന്നെ നമുക്കറിയാം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ ഇനിയും എത്രയോ കളക്ട് ചെയ്ത് വിടാനുണ്ട്. ഇപ്പോൾ സാധ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ 80 ലക്ഷത്തിന് മുകളിൽ തന്നെ നമ്മുടെ കണക്ക് പ്രകാരമായി. അതിൽ കൂടുതലും ഇനിയും കോടികൾ കടക്കാനുള്ള സാധ്യതയാണ്. സാധാരണക്കാർ ഒരുപാട് വന്നിട്ട് തന്നെ ഞങ്ങൾ അവരെ തിരിച്ചയക്കേണ്ട ഒരു ഗതികേട് കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇത്രയും നല്ല രീതിയിൽ നമ്മോട് സഹകരിച്ച ജിദ്ദയിലുള്ള എല്ലാ സംഘടനാ പ്രതിനിധികളും, എല്ലാ സാമൂഹ്യ പ്രവർത്തകരും, മാധ്യമരംഗത്തുള്ളവരും, ബിസിനസ്സുകാരും, എല്ലാ രീതിയിലുള്ള ആളുകളോടുമുള്ള കടപ്പാടും നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഏതായാലും നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ സ്വരൂപിച്ച ഈ ഫണ്ട് മുഴുവനും ഇനി റിയാദിലേക്ക് എത്തിച്ച് ഈ കുടുംബത്തെ ഏൽപ്പിച്ച് അബ്ദുറഹീമിനെ മോചിപ്പിക്കുക, അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി ഈ ജനകീയ കൂട്ടായ്മകളുടെയൊക്കെ ഇനി അടുത്ത ലക്ഷ്യം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ ആനയെ പുറത്തെത്തിച്ചു. കാട്ടുകൊമ്പനെ രക്ഷപ്പെടുത്തിയത് 15 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ്. മൈക്ക് വെടിവെച്ച് ആനയെ വനമേഖലയിലേക്ക് മാറ്റാത്തതിൽ പ്രതിഷേധം. ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന നാട്ടുകാർ. പുലർച്ചെ 2 മണിയോടെയാണ് കാട്ടാന ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണത്. ശബ്ദം കേട്ടെത്തിയ പ്രദേശവാസികൾ വനംവകുപ്പിനെ വിവരമറിയിച്ചു. മണ്ണുമാന്ത യന്ത്രം ഉപയോഗിച്ച് ആനയെ രക്ഷപ്പെടുത്താനായിരുന്നു ആദ്യ ശ്രമം. കൃഷിയിടത്തിലേക്ക് JCB ഇറക്കാൻ കഴിയില്ലെന്ന് സ്ഥലമുടമ നിലപാടെടുത്തതോടെ പ്രതിസന്ധി. ഇതിനിടയിൽ കിണറ്റിൽ വീണ കാട്ടുകൊമ്പൻ പരാക്രമം തുടർന്നു. രക്ഷപ്പെടാനുള്ള കൊമ്പന്റെ പരിശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. മയക്കുപിടി വെച്ച് ആനയെ ജനവാസ മേഖലയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ എത്തി. പിന്നാലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ച. ആവശ്യങ്ങൾ അംഗീകരിച്ചതായി ഉദ്യോഗസ്ഥർ. പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചു. ഒരുപാട് ചൂടുണ്ടോ ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞ സജഷൻ പ്രകാരം ഈ ചൂട് സമയത്ത് നമുക്ക് വൈക്ക് വെടിവെക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആന ചത്തുപോകും ആക്ച്വലി. സോ അതിനുവേണ്ടി കറക്റ്റ് ടൈം നോക്കിയിട്ട് നമുക്ക് അങ്ങനെയായിട്ട് ചെയ്യും. മഴ കനത്തതോടെ മണ്ണുമാന്ത യന്ത്രം എത്തിച്ച് വഴിയൊരുക്കി ആനയെ പുറത്തെത്തിച്ചു.
ഉദ്യോഗസ്ഥർ തങ്ങളെ പറഞ്ഞു പറ്റിച്ചുവെന്ന് നാട്ടുകാർ. പോലീസിനും ഉദ്യോഗസ്ഥർക്കും നേരെ പ്രതിഷേധം. ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല. എല്ലാവർക്കും ഇവിടുന്ന് ഒരു 150 വീടുകളുണ്ട്. ആ വീടുകൾ എന്ത് ചെയ്യുന്നു ഒരു പിടുത്തമില്ല. അവരോട് വണ്ടി ഞങ്ങൾ പണിയരുതെന്ന് പറഞ്ഞ മഴയുടെ സമയത്ത് അവരെന്തുകൊണ്ട് ഇത് ചെയ്തു? ഞങ്ങൾക്ക് ചെയ്ത് ഡിമാൻഡ് അംഗീകരിച്ചാണ് അവർ ഈ പണി ചെയ്തത്. ആന വനമേഖലയിലേക്കാണ് രക്ഷപ്പെട്ടതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവകാശവാദം. ജനവാസ മേഖലയിലേക്കാണ് ആന കയറിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കിണറ്റിലാണ് പുലർച്ചെയോടെ കാട്ടാന വീണത്. തുടർന്ന് 14 മണിക്കൂർ ഈ 14 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കിണറ്റിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചത്. എന്നാൽ മയക്കുവെടി വയ്ക്കാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ശക്തമായി പ്രതിഷേധിച്ചു. കോതമംഗലത്ത് നിന്ന് ക്യാമറാമാൻ റിജോയ്ക്കൊപ്പം വിനീത VG 24. പാലക്കാട് കൊട്ടേക്കാട് വെച്ച് പരിക്കേറ്റ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. കാലിന് പരിക്കേറ്റ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. വനത്തിൽ താൽക്കാലിക സൗകര്യം ഒരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത്. വനം വകുപ്പ് ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ആരോപിച്ച് ആനപ്രേമി സംഘം രംഗത്തെത്തി. ബുധനാഴ്ച പുലർച്ചെ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ പരിക്കേറ്റ കാട്ടാനയെ ട്രെയിൻ ഇടിച്ചിട്ടില്ലെന്ന വിലയിരുത്തൽ തന്നെയാണ് വനംവകുപ്പ്. ആനയുടെ ശരീരത്തിൽ ട്രെയിൻ നേരിട്ടിടിച്ചതിന്റെ പരിക്കുകളില്ലെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പരിക്ക് സാരമുള്ളതാണ്. കാലിന്റെ കുഴ തെറ്റിയതാണെന്നാണ് നിഗമനം. സ്വയം എഴുന്നേൽക്കാൻ ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ്. ഇന്നുവരെയും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, ഡോക്ടർമാർ നോക്കുന്നുണ്ട്, വനംവകുപ്പ് നോക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നില്ല. ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഉൾക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ ആന എത്ര ദിവസം നിൽക്കും എന്നുള്ളത് കൂടി ചോദിക്കേണ്ടത്. കാരണം വനംവകുപ്പിന് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉൾക്കാട്ടിൽ പോയി എന്നിട്ട് ആന ചെരിഞ്ഞു എന്ന് വരെ പറയാൻ പറ്റും. സംഭവത്തിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ വേഗപരിധി പാലിക്കുന്നില്ലെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. എനിക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല ആനയുടെ ശരീരത്തിൽ, പക്ഷേ ഇന്റേണൽ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് ആന നിന്നിരുന്നു, സ്വന്തമായിട്ട് നിന്നിരുന്നു. ഇന്നലെ കാലത്ത് മുതൽ ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. വെറ്റിനറി കോളേജിൽ നിന്നുള്ള എക്സ്പെർട്ട് ടീം വന്നിരുന്നു, അവരുടെയും സജഷൻസ് എടുത്തിട്ടുണ്ട്. ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വനംവകുപ്പ് കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. മറ്റെവിടേക്കും മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് വനംവകുപ്പ് വിലയിരുത്തൽ. 24 പാലക്കാട്. തൃശൂരിൽ LDF-ന് വെട്ടിലാക്കി മേയർ MK വർഗീസ്. MP ആകാൻ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഫിറ്റാണെന്ന് MK വർഗീസ് പറഞ്ഞു. പ്രതികരണം വിവാദമായതോടെ മേയർ മലക്കം പറഞ്ഞു. പിന്നാലെ വിളിച്ച വാർത്താസമ്മേളനത്തിൽ ക്ഷുഭിതനായ മേയർ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി. തൃശൂർ കോർപ്പറേഷനിലെത്തി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മേയർ MK വർഗീസിന്റെ വിവാദ പ്രതികരണം. മേയറുടെ പരാമർശം CPIM-ലടക്കം വലിയ അതൃപ്തിക്കിടയാക്കി. തൊട്ടു പിന്നാലെ മലക്കം മറിച്ചു. സുരേഷ് ഗോപിയെ പിന്തുണച്ചു മേയർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 3 കാൻഡിഡേറ്റും മിടുക്കന്മാരാണ്. സുരേഷ് ഗോപി മാത്രമല്ല, മറ്റൊന്ന് മുരളീധരൻ മിടുക്കനാണ്, ഒപ്പം സുനിൽകുമാർ പഴയ മന്ത്രിയാണ്, എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ്, ഒക്കെ ശരിയാണ്. പിന്നാലെ വൈകിട്ടോടെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മേയർ മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു. എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് മേയർ. സുരേഷ് ഗോപി വരുന്ന സമയത്ത് കൂടെ വരാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഈ 24 ചാനലിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് കേട്ടോ. അവരൊന്നും വന്നിട്ട് തന്നെയില്ല. എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഇതുപോലെ ഒരു സംരംഭം നിങ്ങൾക്ക് ഇതുപോലെ നടത്താൻ കിട്ടി എന്ന് പറയുന്നത് തെറ്റായ ഒരു പരിപാടിയാണ്. ദൃശ്യങ്ങൾ സഹിതം ചോദ്യങ്ങൾ ചോദിച്ചതോടെ ക്ഷുഭിതനായ മേയർ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ചാനലിനോട് സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമില്ല. കാരണം ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, തെറ്റായിപ്പോയി. ഞാൻ ഞങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. മേയറുടെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് UDF-ഉം NDA-യും. 24 തൃശൂർ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി MM ഹസൻ. പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. കോൺഗ്രസ് പൗരത്വ നിയമ ഭേദഗതിയെ എതിർത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുക പ്രധാനമന്ത്രിക്ക് മാത്രമെന്നും MM ഹസൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PDP LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. കേരള സ്റ്റോറിയും സ്ഥലപ്പേര് മാറ്റവുമടക്കം പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തലപൊക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ പ്രധാന ആയുധമാക്കുന്നത് പൗരത്വ വിഷയമാണ്. കോൺഗ്രസിനെ ഉന്നം വെച്ചുള്ള വിമർശനം ഇന്നും തുടർന്നു. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകിയത് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്താൻ അങ്ങയുടെ മാനസപുത്രനായി ഇപ്പോൾ മാറിയിട്ടുള്ള പിണറായി വിജയൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ BJP-യുടെ കേരളത്തിലെ ഏറ്റവും വലിയ
താരപ്രചാരകനായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പൗരത്വ പ്രശ്നം ഉയർത്തുന്നത് പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണെന്ന് കെ സുരേന്ദ്രൻ വിമർശിച്ചു. പിണറായി വിജയൻ സർക്കാർ ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ അവരുടെ പ്രചാരണം മുഴുവൻ CAA അതുപോലെ കേരള സ്റ്റോറി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒതുക്കുകയാണ്. അതേസമയം ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ഗണപതി വട്ടമുയർത്തിയ കെ സുരേന്ദ്രൻ ഉദ്ദേശം ജനശ്രദ്ധ കിട്ടാനെന്ന് ആനി രാജ വിമർശിച്ചു. മോൻസ് ജോസഫിനെതിരെ പാർട്ടിയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് UDF നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചു. കൊച്ചിയിൽ ചേർന്ന PDP നേതൃയോഗം LDF സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. അതേസമയം P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വെണ്ണപ്പാളി പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് DCC രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.